എന്താ ഇങ്ങനെ ഇരുന്നേ? ഒന്നുമില്ലടാ ഓരോ ആലോചിച്ചിരുന്നു. നീ കച്ചവടത്തിനൊന്നും പോയില്ലേ? കച്ചവടത്തിന് ഒന്നും പോകുന്നില്ല. കച്ചവടം ശരിയാകല്ലേ. അങ്ങനെ കച്ചവടത്തിന് പോയാൽ 5-6 ലക്ഷം രൂപ നഷ്ടമാണ്. എപ്പോഴും കച്ചവടം കിട്ടുന്നില്ല. ഇതിപ്പോ ഒരു വർഷം ചുമ്മാ ഇരുന്ന 2 ലക്ഷം രൂപ ആകത്തുള്ളൂ. 2 ലക്ഷം രൂപ കാർഡ് നമുക്ക് കടം മേടിച്ചിരിക്കാം. എന്നെ ബുദ്ധിയാട്ടാ മടിയായിട്ടല്ല. നമുക്കില്ലല്ലോ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ വീട് വിട്ടിറങ്ങിയടാ. അതിനെ പറ്റി ഞാൻ ഈ വീട് വാടകയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങ് താമസിച്ചാലും നല്ലിക്കുക. അതെന്താ നീ ഇവിടെ ഒന്ന് താമസിക്കുന്നത്? നിനക്ക് വീടില്ലേ? ഒന്നുമില്ലടാ, അവൾക്കൊരു ചിന്താഗതി ഉണ്ട്. അവളില്ലെങ്കിൽ ഞാൻ ജീവിക്കത്തില്ലെന്ന്. ഒരു ഭക്ഷണം പോലും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നൊക്കെ ഉള്ള അവളുടെ പറച്ചില്. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാല്ലേ? പിന്നെ മുട്ടയൊക്കെ പൊരിക്കാൻ അറിയാൻ പാടില്ല. എടാ എന്റെ ആൾക്ക് ഉണ്ടായി ചിന്താഗതി. എന്നോട് പറയാ കച്ചവടത്ത് പോകുന്നു, എപ്പോഴും കച്ചവടത്തിന് പോയാ. നിനക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലായി. എനിക്ക് അങ്ങനെ മനസ്സിലായി. പിന്നെ കാര്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ പോലെ വിശക്കുന്നൊക്കെ ഉണ്ട്. നല്ല മീൻ പുറത്ത മണം വരുന്നുണ്ടോടാ. നിന്റെ വീട്ടിൽ നിന്നല്ല വരുന്നത്? എൻ്റെ പൊന്നു മോനെ, ഞാൻ സ്മെല്ലടിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ തിരിച്ചെല്ലാം വേണ്ടി എനിക്കിട്ട് പണിയായിരുന്നു മീൻ ഇറക്കുന്നത്. പക്ഷെ തല്ലിക്കൊന്ന വീട്ടോട് കയറി ചെല്ലത്തില്ല. അങ്ങനെ പറയല്ലടാ, ഞാനും വരാം. നല്ല വിശപ്പുണ്ട്. ഉണ്ടല്ലോ, നോക്കണ്ടാ. പോകേറി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവളൊന്ന് വിളിച്ചായിരുന്നേ പോയിരുന്നു. അല്ല പിന്നെ നാളെ കിട്ടി കയറി ചെല്ലുന്നവരാവുമല്ലോ. ഓ, നിനക്കിത് ആദ്യം വേണ്ട, പിന്നെ ശീലമായിക്ക് തോന്നി. വരാല്ലേ? വാടാ. മീൻ പുറത്തുള്ള പാലിന് പിണങ്ങി പോകണം. ഞാനൊക്കെ ഇറക്കി വിട്ടാ പോകല. വാടാ. ഓ, ഇത് നിനക്ക് ആദ്യം വേണ്ടാന്ന്, ഇതൊക്കെ ശീലമായിക്കോളും. നീ എന്റെ കൂടെ വാടാ. അവൻ എന്റെ പെങ്ങളല്ലേ, അവക്കറിയാം എനിക്കൊട്ടും അറിവില്ലെന്ന്. ഇങ്ങനെയാണോ? നാളം വരിക. എന്റെ ആളം എന്തിനാണ് കാണിക്കുന്നത്?